സാധനം പാക്ക് ചെയ്യട്ടാ. ഇന്നാണ് പാക്ക് ചെയ്യണത്. 11:40 നേത്രവാദി വണ്ടി. ഓക്കെ, നാട്ടി പോവണേ. അപ്പോ ആദ്യം ഇതിൽ വെക്കേണ്ട ഇപ്പൊ എന്താ നോക്കട്ടെ. ആദ്യം ഇപ്പൊ എന്താ എടുത്തത്, ഉമ്മാക്ക് വെക്കാം. ആദ്യം ഉമ്മാക്കൊരു അസ്തറാണ് ഉമ്മാക്ക് മകൻ നെയ്യത്താക്കിയിരിക്കുന്നത്. പിന്നെ ചെരുപ്പുണ്ട്. ആദ്യം ഉമ്മാന്ന് ഇതിൻ്റെ നമ്മൾ പേര് ചെയ്തിട്ടുണ്ട്. ആദ്യം എൻ്റെ ഉമ്മാൻ്റെ ഹൃദയം അതിലേക്ക് കൊടുന്നു വെക്കട്ടെ. ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പെട്ടിയിലേക്ക് വെക്കാൻ പോവട്ടാ. ഉമ്മയുടെ ഹൃദയമാണ്. ഉമ്മാന്റെ ഹൃദയം പെട്ടിയിലേക്ക് വെച്ച്. ഉമ്മ നമ്മളെ കരളിന്റെ കഷ്ണമാണ്. ഇനി ഇപ്പാക്ക് എന്താ ഉള്ളത്? ഇപ്പാക്ക് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പാടെ ചെരുപ്പ് എത്ര ഇഞ്ചാണ്? നേരല്ല. ഇപ്പാക്ക് കുറച്ച് ലൂസാ. ഇത് ഉപ്പാരുത്. അപ്പം ഉമ്മാൻ്റെ ആദ്യം ഉമ്മാക്കുള്ളൊരു സാധനം അസ്തര വെച്ച് ഇനി ഉപ്പാക്കുള്ള ചെരുപ്പും വെക്കട്ടെ. എന്നിട്ട് മതി ഇനി ബാക്കി എല്ലാം കൂടി വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇതിൽ എൻ്റെ എപ്പ എമ്മിയുണ്ട്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പഹനിക്ക് അല്ലെങ്കിൽ തന്നെ പിരാന്ത. പിന്നെ ഇത് മൊത്തം ജനങ്ങളും കൂടി ഞങ്ങളും കൂടി പിരാന്താക്കണം എന്നുള്ളത്. ഞാൻ എന്താ ചെയ്യാ, ഞാൻ അങ്ങനെ ആയി പോയിന്നറിയില്ല. ഇങ്ങനെ നിങ്ങൾ ആരും നേരാക്കിയാൽ ഞാൻ നേരം. എൻ്റെ വീട്ടുകാർ നേരാക്കിയിട്ടുണ്ടെ ഞാൻ നേരായിട്ടില്ല. എന്നിട്ട് ഇല്ല ഇപ്പൊ നാട്ടുകാർ നേരാക്കിയിട്ട് നേരാവണേ. എന്തായാലും ഇൻഷാ ദുആ ചെയ്യട്ടെ. കാരണം യാത്ര പോവാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടേൽ എന്നെയും കയറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി കൂട്ടിച്ചു മേലേറ്റി. കുറച്ചോന അവസ്ഥ വരാതിരിക്കട്ടെ. എന്തായാലും ഇവിടെ നിർത്തട്ടെ. എൻ്റെ ഉപ്പാക്ക് ചായപ്പൊടി കേട്ടാ. എൻ്റെ ഉപ്പാക്ക് കാര ബിസ്ക്കറ്റ് ബോംബെന്ന് മകൻ കൊണ്ടുപോവുകയാണ്. വേറെ ഒന്നുമില്ല. കുട്ടികൾക്ക് മിഠായിയും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് ഞങ്ങളോട് പറയാം. മക്കൾക്ക് ഇഷ്ടപ്പെടൂല. അവിടെ ചെന്നിട്ട് എന്താ വെച്ചാൽ മക്കളെ കുറ്റിപ്പുറം പോയിട്ട് എന്താ വെച്ചാൽ കുട്ടികൾക്കുള്ളത് വാങ്ങി കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക. അതുപോലെ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞതാണ്. അതും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ് കുറേ സാധനങ്ങൾ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് നിങ്ങൾ ഈ കൊടുന്നതൊന്നും അവരാരും തിന്നണില്ല, വെറുതെ എന്തിനാണ് ഇപ്പം അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുന്നത് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ അതും വിഷമമായി. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പ്രാവശ്യമായാലും നമ്മൾ ഓരോന്ന് കൊണ്ടുപോകണ്ടാണ്. നമ്മളെ പൈസ വെള്ളത്തിലാവും ഞാൻ പല തവണ പറയുന്നത്. ചെയ്യണ്ടായി, അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ അതും നിർത്തി. മരോൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു എല്ലാം മുഖത്തോക്കി പറയും. കൊണ്ടുവരും നിർത്തി. ഒന്നും ഇല്ല. ഇനിയിപ്പോൾ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. ഇനി അതും ആയി കഴിഞ്ഞാൽ അവർക്കും കൊണ്ടുവരും നിർത്തും. കാരണം വെച്ചാൽ മോളെ കൊണ്ടുപോയിട്ട് കുറ്റിപ്പുറം എവിടേക്കാണ് കൊണ്ടുപോയിട്ട് കുട്ടീനോട് കൊണ്ടുപോയിട്ട് ഓൾക്ക് ഇഷ്ടമുള്ളത് അവിടെ പെരലിക്ക് കൊണ്ടാവുള്ളത് വാങ്ങി കൊടുക്കുക. അതാകുമ്പോൾ മോൾക്കൊരു സന്തോഷമായി. ഇപ്പം ഇത് മേടിച്ചോളി പോന്നോട്ടെ മോളെ. എന്നിട്ട് ഓളി കൂട്ടിയിട്ട് ഒരൊറ്റ പോക്ക എൻ്റെ മരോൻ്റെ വീട്ടിൽ. അല്ലാതെ ഇനി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടോണൊക്കെ ഞാൻ നിർത്തി. എൻ്റെ പൂതിയായിരുന്നു. നമ്മൾ പ്രവാസികളായാലും ശരി അവിടെ ചെന്നിട്ടുള്ള പല എത്രയോ റിയാല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് കൊടുന്നാലോ ഇവിടെ ഉള്ളവർക്ക് പറ്റുമോ? എന്നാൽ നമ്മളെ മുന്നിൽ അവർ വാങ്ങിയാണ്ട് വെക്കുക ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവസാനം എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്? കുട്ടികളെ കൊണ്ടുപോവുക കുറ്റിപ്പുറം എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് മക്കൾ ഇഷ്ടപ്പെട്ടെ. ഇതിൻ്റെ അവർ പറയും ഇത് ഈ കുട്ടിക്ക് ഇഷ്ടമാണ്, ഇത് ആ കുട്ടിക്ക് ഇഷ്ടമാണ്, ഈ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് മേടിച്ചിട്ട് കവർ പാക്ക് ചെയ്തിട്ട് ഒരറ്റ പോക്ക്. ആ ഒരു സന്തോഷം വേറെ തന്നെ. ഇവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്ട് 11:40 വണ്ടി ഇവിടുന്ന് 9 മണിക്ക് ഇറങ്ങി പുറപ്പെടണം. കുറുലെ വന്ന് ഇറങ്ങണം.
സാധാ ഈ നാട്ടിലെത്തോളം വീഡിയോ എടുത്ത് വിടും. ഓരോ സ്റ്റേഷനെ കുറ്റിപ്പുറം ഓരോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ സന്തോഷമാണ്. അവസാനം നമ്മളെ സ്വന്തം നാട് എത്തുമ്പോൾ അതൊരു നാട് കാസർഗോഡൊക്കെ എത്തുമ്പോൾ സന്തോഷമായി. പിന്നെ ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തൂലേ, സ്വന്തം അവരവരെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ ട്രെയിന് അതൊരു സന്തോഷം വേറെ. നമ്മളിങ്ങനെ അവിടുന്ന് പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ കേരളം കണ്ടു ഉണരും നന്മ, അതൊരു സന്തോഷം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും പറയണ്ടേ, 47 വയസ്സായി വിമാനത്തിൽ എൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടില്ല. ഉറപ്പാണ് സത്യം. കാരണം ഇതാണ്, ഇത് പിടിച്ചിട്ട് ഒക്കെ ആകെപ്പാട് ഇതറിയുള്ളൂ. 333 ഭാഗമായി വീട്, വേറെ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഖുർആനായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിലിങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ടാവും, നബീനെ പറ്റിയിട്ടും നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുവെക്കും. ഇതന്നെയുള്ളൂ എൻ്റെ പരിശുദ്ധ ഖുർആനായിട്ട്. വേറെയുള്ളവർ നിൽക്കപ്പറ്റ് ഞാൻ പറഞ്ഞില്ല, ഖുർആനിക്ക് തൊടാനുള്ള അധികാരം ചെയ്യാറില്ല, പാടില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, എന്താ അറിയോ, അതിനെപ്പറ്റി അറിയില്ല, അർത്ഥം അറിയില്ല. ഈ അർത്ഥം അറിഞ്ഞ ആൾക്കാരാണ് പല തെറ്റിൽ കൂടിയും പോകുക. ഈ അറിയാത്തവനും കൂടി പോയിട്ട് അതിൽ പോയി ചാടാൻ നിൽക്കണം. അപ്പോൾ അതിനോട് ഭയപ്പെട്ട് തെറ്റ് ചെയ്യാതാണ് നടന്നാൽ മതി. എന്നിട്ട് പഠിച്ചവനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അള്ള ഇങ്ങനെ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെയും അള്ള പ്രതിഫലം തരുന്ന കൂട്ടത്തിൽ എനിക്കും തരുന്നുണ്ട്. ഇനിയും വിട്ടിട്ടൊന്നുമില്ല. മറ്റുള്ളവരെ മുന്നിൽ മറ്റുള്ളവർ വരും എനിക്ക് ഭ്രാന്താണ്. അതുണ്ട് പുളി കേട്ട മീ തരാ ഇവിടെ കാണി റബ്ബാണ് സത്യട്ടാ. ഞങ്ങളോട് പറയും ചേട്ടാ, മാനസികത്തിൻ്റെ ഗുളികയാണ് ഈ കഴിക്കണത്. കുമ്പടി CH സെൻ്ററിൽ എഴുതി തന്ന ഗുളികത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സുഖമില്ലാത്ത ഒരാളാണ്. അല്ല നിങ്ങളാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് പിന്നെ പൊരുത്തപ്പെടണം. കാരണം എന്താ പറയുന്നത് എന്താണെന്നുള്ള ഒന്നും അറിയില്ല. ഇട്ടതിൻ്റെ ശേഷമാണ് മാപ്പ് ഇട്ട് നോക്കണേ. കമൻറ്റ് വരുമ്പോഴാണ് മാപ്പ് ഇട്ട് നോക്കണേ. പഠിച്ചോനെ ഇതിപ്പോൾ ഒക്കെ എപ്പോഴാണ് അപ്പം ഞാൻ ഈ പറഞ്ഞത് വിചാരിച്ചിട്ട്. സോ അല്ല ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ടൊന്നുണ്ട് ഒരു കരച്ചിലുണ്ട്, ഹൃദയം പൊട്ടിയിട്ട്. കാരണം അങ്ങോട്ട് എത്തോളം ഒരു കേടുപാടും കൂടാതെ. സോ അല്ല ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇറങ്ങോട്ടെ. കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ വേദനിപ്പിക്കണില്ല. പല സാധനങ്ങളും എടുത്തു വെക്കാണ്ട് ഓക്കെ ഇവിടെ കൊണ്ട് നിർത്തിയാണ് കേട്ടോ. സോ അല്ല അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കേട്ടോ. ഇനി ഇത് അടക്കാൻ പോവുകയാണ്. ഇതൊക്കെ കവറാണ്. ഇനി ഇതൊക്കെ ഇത് കെട്ടി ഒഴിവാക്കണം. ഇനി ഇവിടെയാണ് ചില്ലാറ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെയാണ് ചില്ലാറ. ഇത് ചില്ലാറ ഇതിന് ഏകദേശം എത്ര കിലോ ഉണ്ടാവുന്നവരോ. ഇവിടെയാണ് ഇരുത്താൻ പോകേണ്ടത് ചില്ലാറ. ഇതെന്താ സംഭവം എന്നറിയാം. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ 2 റുപ്യ ബസ്സിൽ 10 റുപ്യ കൊടുത്താൽ തിരിച്ചു കിട്ടണില്ലപ്പാ എന്നും പറഞ്ഞിട്ട് ചില്ലറ കിട്ടാനില്ല അത്ര നാട്ടിൽ. കിട്ടായൊന്നുമില്ല. പറ്റുകൾ പോകണ്ടേ, ചോദിക്കാൻ മടി പറ്റങ്ങൾക്ക്. പറ്റുള്ള വില നഷ്ടപ്പെടും. ശരി എന്താ ഇതിനൊക്കെ പറയാം. അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ കെട്ടി വലിച്ച് കൊണ്ടുപോകാണ്. ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ. ഓക്കെ ഇതിൻ്റെ സ്പ്രേ ആണ് എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ മുഖത്ത് പൗഡർ തേക്കുക. കണ്ണി കണ്ടൊന്നും തേക്കരുതിട്ട് എല്ലാവരും പറയുന്നുണ്ട് കെമിക്കലാണ്. നിങ്ങൾ ഫെയർ ഓയിലും കണ്ണി കണ്ടൊക്കെ തേച്ചിട്ട് മുഖത്ത് പല അസുഖങ്ങളും വരും. ഇത് ചൂടുകുരുന്നുള്ള പൗഡർ ഇത് തേച്ചാൽ മതി. അതന്നെ പറിച്ചോ നിന്ന മുഖം നമ്മൾ വെറുതെ ഇതാക്കി വൃത്തിയാക്കാൻ നിന്നാൽ അപ്പം നല്ല വൃത്തി ഉണ്ടാകും. കുറേ കഴിഞ്ഞാൽ പല അസുഖങ്ങളും കടന്നു വരും. ഓക്കെ ഇവിടെ വെക്കട്ടെ, ഞാൻ പണി തുടങ്ങട്ടെ. ഞാൻ എൻ്റെ പണിക്കാരെ കുട്ടീനോട് യാത്ര പറയട്ടെ. കാരണം ഈ സമയമായി തുടങ്ങി. 9 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇറങ്ങണം. എന്തായാലും തമങ്ങാൾപ്പാപ്പാൻ്റെ യാറത്തിങ്ങ ഒരു വീഡിയോ എടുക്കട്ടെ. തങ്ങൾപ്പാപ്പ ഞാൻ പോകട്ടാ. തിരിച്ചു വരുവോളം നിങ്ങളൊക്കെ അനുഗ്രഹം ഉണ്ടാവണം തങ്ങൾപ്പാപ്പ. അപ്പോൾ ഞാൻ പോവുകയാണ്. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാവണം. ഒരു കേടുപാടും കൂടാതെ അവിടെ എത്താനും തിരിച്ച് അതേമാതിരി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനും അതിൽ വരേക്കും എൻ്റെ ആത്മാവിനെ കടന്നു പിടിക്കരുത് തങ്ങൾപ്പാപ്പ. തങ്ങൾപ്പാപ്പാൻ്റെ യാറത്തിങ് എന്നിട്ട് ഞാൻ പറയണേ. അതുകൊണ്ട് ഇതിൻ്റെ തങ്ങൾപ്പാപ്പാൻ്റെ യാറാണ്. ഇവിടുന്ന് നോക്കി എൻ്റെ കട കാണും. കടയിൽ ഞങ്ങൾക്ക് അവിടുന്ന് നോക്കി എൻ്റെ വണ്ടിയും കാണും തങ്ങൾപ്പാപ്പാക്ക്. മാന് പോണ വഴിയും കാണും, മാന് വരുന്ന വഴിയും കാണും. അപ്പോൾ ഇതിൻ്റെ തങ്ങൾപ്പാപ്പാൻ്റെ യാറാണ്. ഇപ്പോൾ യാർത്തിങ് എന്നിട്ട് തങ്ങൾപ്പാപ്പാനോട് പറയാം, തങ്ങൾപ്പാപ്പ ഞാൻ പോവുകയാണ്. തിരിച്ച് വരുവോളം എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ അയൽവാസികളും ബന്ധുമിത്രാദികളും കണ്ടുമുട്ടുന്ന എൻ്റെ കണ്ണിൽ നിന്ന് കാണുന്ന ക്യാമറ 2 കണ്ണാണ് എനിക്ക്. ആ ക്യാമറ കൊണ്ട് കാണുന്ന ഓരോ മനുഷ്യനെ അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ റബ്ബ്. ആരെയും കടന്നു പിടിക്കരുത്. തിരിച്ചു വരുവോളം ഈ ശരീരത്തിന് ഒന്നും സംഭവിക്കരുത്. ആത്മാക്കൾ ഇസ്രായേൽ അലൈഹിസ്ലാം ഒരാളൊരു തങ്ങൾപ്പാപ്പാനോട് പറഞ്ഞു, ഇസ്രായേൽ അലൈഹിസ്ലാമിന് പണിയുണ്ടാക്കി കൊടുക്കല്ലേ. ആരും ഒന്നിനും മരമായാലും പക്ഷികളായാലും പെട്ടെന്നൊന്നും ഒരാത്മാവിനെ കടന്നു പിടിക്കലല്ല. മാരകമായ രോഗത്തിൽ നിന്ന് എല്ലാവരെയും കാത്തിരക്ഷിക്കണം. ആർക്കും രോഗം കൊടുക്കരുതല്ല. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനേക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ.
എത്ര ഞങ്ങൾ പാപ്പാൻ്റെ ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെ നടന്ന് പറഞ്ഞാലും മതി. ഞങ്ങൾ പാപ്പ നമ്മളെ കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടി. നമ്മൾ അവിടെ നെയ്യത്തിച്ച് നമ്മളെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ സിയാർത്ത് ചെയ്യണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നടന്ന് പോയാൽ തന്നെ നമ്മളെ പിന്നിൽ ഒരാളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ ഞാൻ എൻ്റെ വണ്ടിയുടെ ലൈസൻസ് എടുക്കാണ്ട് എന്തായാലും ലൈസൻസൊക്കെ എടുത്ത് എൻ്റെ വണ്ടി ഇവിടെ നിർത്തി പോവുകയാണ്. പടച്ചോൻ കാക്കട്ടെ. കാരണം ഇവിടെ ഉള്ള ഒരാൾ ഭയങ്കര വില്ലനാണ്. ഓനെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓനെ പേടിയാണ്. ഓനെ എല്ലാ വണ്ടിയൊക്കെ തച്ച് പൊളിച്ചിടും എല്ലാവരെയും. അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഓൻ്റെ പേര് സുനിൽ എന്നാണ്. ഇന്നേറ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടാ, നല്ലതാണ് കേട്ടാ ഓൻ്റെ വീട്ടുകാരൊക്കെ. പക്ഷേ ഈ വണ്ടി ഇവിടെ നിർത്തിയിടുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഇതാവും. അപ്പോൾ എൻ്റെ മറ്റേ സ്കൂട്ടി അതാ, എൻ്റെ സൈക്കിൾ വണ്ടി ഇതാ, കച്ചറ കൊണ്ടൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോണത്. സമാധാനമില്ല. എന്തായാലും എൻ്റെ വണ്ടി ഒരുപാട് നേരം ഒരു നേരത്തെ ഭക്ഷണം തന്നതിട്ട് ഒരുപാട് ആൾക്കാരെ കുടുംബം കഴിഞ്ഞ് പോയതാണ്. അനവധി ആൾക്കാരെ ഒരാൾ 10 റുപ്യ കടം ചോദിച്ചാലും ഇതുവരെയ്ക്കും ഈ വാഹനത്തിൽ പോകുമ്പോൾ ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. സത്യം ഞങ്ങളോട് പറഞ്ഞു. തങ്ങൾ പാപ്പാൻ്റെ അവിടെ നിന്ന് പറഞ്ഞു വരുന്ന വഴിയാണ്, കട്ടാക്കിയിട്ടും കൂടി ഇല്ല. ആരെങ്കിലും ചെന്നെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു പ്രയാസപ്പെട്ട് വന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നിട്ടുണ്ട് കേട്ടോ. അത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പ്രത്യേകം പറയും, വാങ്ങുമ്പോൾ നല്ല ആലോചിച്ച് വന്നുകൊണ്ടിട്ടാണ്. നിങ്ങൾ ഈ നുണ പറഞ്ഞിട്ട് തിരിച്ച് നുണ പറഞ്ഞിട്ട് ആളെ പിരിപ്പിച്ചാൽ കണ്ണി കണ്ടിട്ട് കൊടുക്കേണ്ട പൈസക്കാരൻ അതൊന്ന് തരുന്നുണ്ട് കേട്ടോ. സാള്ള എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമാനായ റബ്ബേ, അല്ലാഹുവേ, ആകാശത്തിൻ്റെ ഭരണാധികാരിയായ നാഥ, ലോകത്തിൻ്റെ ഭരണാധികാരിയായ നാഥ, അല്ലാഹുവേ, ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അവിടെ എത്തോളം അല്ലാഹുവേ ഒരു ആപത്തും വരുത്തല്ല റബ്ബേ. എല്ലാം കാണുന്നവൻ നീയാണ് റബ്ബേ. എല്ലാം കണ്ട് ഞങ്ങളിവിടെ ഓരോ മനുഷ്യൻ്റെ ആത്മാവിനെ കടന്നു പിടിക്കാൻ നിനക്കാണ് അധികാരം റബ്ബേ. നിനക്കറിയാം ഇന്നത്തെ ദിവസമാണോ നാളത്തെ ദിവസമാണോ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു വിടുന്നു എന്ന്. അതുകൊണ്ട് റഹ്മുറാഹിമാനായ റബ്ബേ, ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ആത്മാവിനെ നീ പെട്ടെന്ന് കൊണ്ടുപോകരുതല്ല. പാവങ്ങളാണ് ജീവിച്ചോട്ടെ അല്ലാ. ആരെയും വേദനിപ്പിക്കാത്ത പല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ, അവരെ നീ വേദനിപ്പിക്കരുതല്ല. പ്രവാസികളായ പലരും കണ്ണത്ത രാജ്യത്ത് താമസിക്കുന്ന പലരുമുണ്ട് അല്ലാ. മാസങ്ങളോളം വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു കൂടിയ ഓരോ മനുഷ്യന്മാരുണ്ട് അല്ലാഹുവേ, അവരുടെ ആത്മാവിനെയും കുടുംബങ്ങളെയും നീ കൊണ്ടുപോകരുത് അല്ലാ. പ്രവാസികൾ കണ്ണത്ത രാജ്യത്ത് വർഷങ്ങളോളം നിന്നുകൊണ്ട് അവരവരുടെ ഉമ്മയും ബാപ്പയെയും ഭാര്യ മക്കളെയും കാണാൻ, കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാ. അവരവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അസ്രായിൽ അലൈഹിസ്സലാമിനെ കടന്നെത്തിക്കരുത് റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് സ്വപ്നം കണ്ടു പോകുന്നവരാണ് അല്ലാ. നീ നിങ്ങളെ ആത്മാവിനെ നീ കൊണ്ടുപോകരുത് റബ്ബേ. അല്ലാഹുവേ, ഈ വിനീതിൻ്റെ ദുആയാണല്ലാ. ഈ വിനീതിൻ്റെ അല്ലാഹു പ്രതിഫലം കൊടുത്തരണേ റബ്ബേ. ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അറിഞ്ഞും കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തും കൊണ്ട് ഞാൻ എനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ട് തരണം റബ്ബേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാഹനത്തിനൊന്നും സംഭവിക്കരുത്. ഞാൻ തിരിച്ചു വരോളം റബ്ബേ എൻ്റെ ആത്മാവിനെയും കടന്നു പിടിക്കരുത്. അല്ലാഹുവേ, എൻ്റെ ആത്മാവിനെ കടന്നു പിടിക്കരുത് അല്ലാ. എൻ്റെ സമ്മതമില്ലാതെ പെട്ടെന്ന് ഇനി അസ്രായിൽ അലൈഹിസ്സലാമിനെ കൊണ്ടെത്തിക്കരുത് റബ്ബേ. 2-3 തവണ എൻ്റെ റൂഹിനെ കൊണ്ടുപോകാൻ വന്നതാണ്. അതിനൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാരണം ഞാൻ നുണല്ല, കതങ്ങിൻ്റെ മുകളിൽ 2 തവണ വീഴാൻ പോയി. അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി. അപ്പോഴും എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ പലയിടത്തും എനിക്ക് പല അപകടങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല വരാനുള്ളതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് എന്താണാവോ പഠിച്ചോൻ്റെ പല തരത്തിലും കാവലുണ്ടായിട്ടുണ്ട്. ഇതേമാതിരി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ വണ്ടിനോട് സലാം പറഞ്ഞ് പോവാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടുന്നൊരു സ്ഥലത്ത് എഴുതിയിട്ട് യാത്ര പുറപ്പെട്ടെ. चलो अनिल वाह जा रहे ठीक है, संभालना बेटा, ठीक है. ये मेरा लड़का है, अच्छा है, सब इसको ऊपर छोड़ के जाता है. ബനെ ഏൽപ്പിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ഇവനും എൻ്റെ അനിയനുണ്ട്, ചേട്ടനുണ്ട് രാജു. അത് നല്ല രീതിയിൽ കൂടെ അവനാൻ്റെ സ്വന്തം മുതൽ പോലെ കൊണ്ടടക്കും. എനിക്ക് ഇവരെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാണ്ടല്ലോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സ്വന്തം ഒരു അനിയനെ പോലെ ജ്യേഷ്ഠനെ പോലെ അവരെന്നെ കാണുന്നത്. ഞാൻ അവർ അനിയനെ പോലെ അവർ കാണാം. ഒരിക്കലും അവരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അവർ പോകുമ്പോൾ തന്നെ അവരെ കണ്ണീന്ന് വെള്ളം എന്നറിയും. കാരണം വെച്ചാൽ അങ്ങനെ വേണം. നമ്മൾ മുതലാളിമാരായാലും ഓണർമാരായാലും പണിക്കാർ നമ്മൾ രണ്ടിട്ട് കാണരുത്. പാവങ്ങളാണ് അവരൊക്കെ. പാപ്പാൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് പാകമില്ലാതാകുമ്പോൾ നമ്മളെ അടുത്തേക്ക് കടന്നു വരുന്നത്. നമ്മൾ അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മൾ അവരെ വേദനിപ്പിക്കുമ്പോൾ പടച്ചോനെ നമ്മളെ ഈ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പോവാണ്. എല്ലാവരോടും പറയാണ് ഇവിടം കൊണ്ട് പടച്ചാൻ അള്ളാഹു തിരിച്ചു വരെയുള്ള ഒരു ആപത്തും വരുത്തല്ലേ. അപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് നിർത്തിയിട്ടാ. ഞാൻ ഇതൊക്കെപ്പാടെ കൂടിയിട്ട് ഒന്ന് എഡിറ്റിങ് ചെയ്യാൻ, ഇനി ഇവിടുന്ന് എഡിറ്റിങ് ചെയ്യാൻ പറ്റില്ല. എന്താ അറിയോ, വൈഫൈ ഇവിടം കൊണ്ടുള്ളൂ. പിന്നെ മൊബൈലിൽ എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ
വൈഫൈ എന്താണ് നെറ്റണ്ട് തീരും, അതാ പേടി. അപ്പം ഇങ്ങനെ ആവണം ഇങ്ങനെ കുറച്ച് ഓരോ ഭാഗങ്ങൾ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ അപ്പൊക്കെ യൂട്യൂബിൽ വിടാം. ഓക്കെ, ആരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. ഇവിടുന്ന് യാത്ര പുറപ്പെടണം. നിങ്ങൾ ദുആ ചെയ്യും എനിക്ക് വേണ്ടി. അസ്സലാമു അലൈക്കും.